നായയുടെ കടിയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം പുല്ലുവിളിയിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. മത്സ്യത്തൊഴിലാളിയായ ജോസ്ക്ലിനാണ് നായയുടെ കടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ഭീഷ്മ കഴിഞ്ഞ ദിവസം രാത്രി 10:30 വിഴിഞ്ഞം പുല്ലുവിള സ്വദേശിയായ ജോസ്ക്ലിൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ മരിച്ചത്. രാത്രി 9 മണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി പുല്ലുവിളയിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകും വഴിയാണ് കടൽ തീരത്ത് വെച്ച് ജോസ്ക്ലിന് തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. ജോസ്ക്ലിനെ 8ഓളം തെരുവുനായ്ക്കൾ ഒരുമിച്ചാണ് ജോസ്ക്ലിന് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ജോസ്ക്ലിനെ കടിച്ചു കീറിയത്. തുടർന്ന് കടലിൽ ചാടി ജോസ്ക്ലിൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കടലിലേക്കും തെരുവുനായ്ക്കൾ ചെന്ന് ജോസ്ക്ലിനെ ആക്രമിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് മാരകമായി പരിക്കേറ്റ ജോസ്ക്ലിനെ രാത്രിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ 5:30 ജോസ്ക്ലിൻ മരണപ്പെട്ടത്. നേരത്തെ കഴിഞ്ഞ 2016 ഓഗസ്റ്റിൽ പുല്ലുവിളയിൽ ചിലുവമ്മ എന്ന സ്ത്രീ ഇതേ സ്ഥലത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. അതിനുശേഷം 10 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ സമാന സ്ഥലത്ത് തന്നെ സമാന സംഭവം അരങ്ങേറിയിരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുല്ലുവിള ജംഗ്ഷനിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ഏറെ നേരം 1 മണിക്കൂറോളമായി ഈ റോഡ് ഉപരോധം നടക്കുകയാണ്. വാഹനങ്ങളെല്ലാം ഇവിടെ തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയിലാണ്. ഒപ്പം ജനകീയ ഹർത്താലും പുല്ലുവിളയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ജോസ്ക്ലിന്റെ മാതാവ് ടാർസലമ്മ ചേരുകയാണ്. എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? മാതാവ് ടാർസലമ്മ ചേരുകയാണ്. എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ചോറും കഴിച്ചിട്ടോണ്ട് ഞാൻ പറഞ്ഞില്ല, പണിക്ക് പോകാൻ ഇറങ്ങിപ്പോയി തിരിച്ചു വന്നില്ല. അപ്പം ഞാൻ വേറെ ആൾക്കാരോട് തിരക്കിയപ്പം പട്ടിയുടെ ആക്രമണം ശരിക്കും പട്ടികളായിട്ടിട്ട് പിടിച്ചപ്പം ഇവൻ അങ്ങോട്ട് ഓടിയപ്പം ഒരു ചെറുക്കൻ കണ്ടുകൊണ്ട് ഇവൻ ചെന്ന് കടിച്ച് കളഞ്ഞപ്പം അവനാണ് കണ്ട് ഉടനെ വണ്ടി പിടിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ചെറുക്കൻ. എന്നിട്ട് അന്നേരം വിളിച്ച് പറഞ്ഞില്ല, ഒടുവിൽ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ ആശുപത്രിയിലാണ് കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളാരും വരണ്ട, വയസ്സിയെന്ന അമ്മച്ചി വരണ്ട. അതിനുശേഷം എൻ്റെ ഒരു മോൻ പിന്നെ പോയി വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ കാലത്തെ രാവിലെ അങ്ങോട്ടൊന്നും വിളി വരുന്നു, ആള് മരണമാണ്. ഇത്രയും ഞങ്ങൾക്കറിയാം. നിങ്ങളെ അവിടെ പുല്ലുവിളിയിലൊക്കെ ഇപ്പോഴും തെരുവുനായ്ക്കളുടെ ശല്യം ഭയങ്കര കടപ്പത്ത് ഒരുപാട് ശല്യങ്ങളുണ്ട്. ഒരുപാട് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടെ ആദ്യം പോവില്ല. ഇന്നലെ ഞാൻ പറയുന്നു, മോനെ ശല്യമില്ലയോ, എന്തിനിപ്പം ചുമ്മാ അയക്കിയമ്മ. അപ്പം അങ്ങനെ പോയി. ഇവനിടെ നോക്കാനൊക്കെ ചവയ്ക്കും. അപ്പം ഇവനെ വിടൂല്ല, ഞാൻ വാങ്ങിച്ചു തരാം മോനെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പോയി. എനിക്കൊന്നും അറിഞ്ഞു. രാവിലെ ഇതുപോലെ അവർ വിളിച്ച് പറയണു, പിന്നെ അങ്ങോട്ടുള്ള ചെയ്യനാണ്. പിന്നെ നോക്കാൻ പോയെന്ന്, ആരൊന്ന് നോക്കാൻ പോയപ്പോൾ ഇവൻ, അപ്പോൾ നമ്മുടെ ബന്ധു, നമ്മുടെ ഒരു അടിയനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം അവരിങ്ങോട്ട് എൻ്റെ സഹോദരിയുടെ മോക്ക് വിളിച്ച് പറഞ്ഞപ്പം അവിടെ എന്നോട് വന്ന് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെയാണ്. അല്ല ഞങ്ങൾക്ക് വിഷയമൊന്നും അറിഞ്ഞൂടല്ലോ. രാവിലെ ആയപ്പം ചില ആൾക്കാർ പറയണം മരിച്ചത്. ഞങ്ങൾ വിശ്വസിക്കണില്ല. എൻ്റെ മോൻ ഇന്നലെ ചില പോലൊക്കെ തിന്ന് കുടിച്ചുകൊണ്ട് ഒടുവിൽ അങ്ങോട്ടൊന്ന് വിളി വരുന്നു, മരിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾക്കറിയാം. നേരത്തെ ഈ സിലുവമ്മ മരിച്ച അതേ സ്ഥലത്ത് തന്നെയാണല്ലേ? എൻ്റെ ശകല അങ്ങോട്ട് അവളുടെ വീട് എത്തിപ്പോലും തെക്കോട്ട്, എൻ്റെ മോൻ താമസിക്കുന്നത് ഞങ്ങൾ എത്തിപ്പോലും നാടിലോട്ട്. ഈ തെരുവുനായ്ക്കളെ പിടിക്കാനോ അങ്ങനത്തെ നടപടികളൊന്നും നടക്കുന്നില്ലേ? ഇല്ല, ഒന്നും നടക്കുന്നില്ല. അവർ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കും പോവും. ഒരുത്തരം പിടിക്കാൻ വന്നാലും പിടിച്ച് കൊണ്ടുപോയാൽ ശല്യം കുറയും. പിന്നെ നമുക്ക് കൊച്ചു പിള്ളേർ കാണും, വലിയവർ കാണും. രാത്രി ഇതുപോലെ ഇറങ്ങി പോണവർക്ക് അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് കൂടുതൽ ആരും പോവില്ല. അപ്പം ഇവൻ തന്നെ ഇതുപോലെ പോവും ഇറങ്ങി. അപ്പം ഇത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ പോയതിലാണ് സംഭവം. എന്നാലും ഞാൻ വിശ്വസിച്ചില്ല ഇവർ പറഞ്ഞപ്പം, ചുമ്മാക്കി. ഒടുവിൽ അവിടെ നിന്ന് വിളി വന്നപ്പോഴാണ് യഥാർത്ഥ സത്യം തന്നെ. ജോസ്ക്ലിൻ്റെ മാതാവ് ടാർസലമ്മയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയതായിരുന്നു ടാർസലൻ. പിന്നീട് വീട്ടിലേക്ക് എത്തുന്നത് ജോസ്ക്ലിൻ പിന്നീട് വീട്ടിലേക്ക് എത്തുന്നത് ജോസ്ക്ലിൻ്റെ മരണവാർത്തയാണ്. 9 മണിയോടുകൂടിയാണ് ജോസ്ക്ലിൻ വീട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയത് എന്നാണ് ജോസ്ക്ലിൻ്റെ മാതാവ് ടാർസലമ്മ നമ്മളോട് പറഞ്ഞത്. പിന്നീട് 10 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒറ്റയ്ക്കാണ് ജോസ്ക്ലിൻ മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. കടലിൽ ഒറ്റയ്ക്ക് മീൻ പിടിക്കാനാണ് ജോസ്ക്ലിൻ പോയിരുന്നത്. പിന്നീട്
പിന്നീട് തെരുവ് നായ്ക്കൾ ജോസ്ക്ലിനെ സംഘം ചേർന്ന് ആക്രമിക്കുകയും ജോസ്ക്ലിൻ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാനായില്ല. അങ്ങനെ 10:30 കടൽ തീരത്തു നിന്നും നായ്ക്കളുടെയും ഒപ്പം ജോസ്ക്ലിൻ്റെയും എല്ലാം ശബ്ദം കേട്ടാണ് നാട്ടുകാർ കടൽ തീരത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ജോസ്ക്ലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. രാത്രി 11 മണിയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജോസ്ക്ലിനെ എത്തിച്ചു. ജോസ്ക്ലിൻ്റെ നില പിന്നീട് ഗുരുതരമാവുകയായിരുന്നു. അങ്ങനെ പുലർച്ചെ 5:30 ജോസ്ക്ലിൻ മരണപ്പെട്ടത്. ആ വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് അല്പസമയം മുമ്പ് വരെ റോഡ് ഉപരോധത്തെ തുടർന്ന് പുല്ലുവിള ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. വിഴിഞ്ഞം പൂവാർ റോഡാണ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും ഈ റോഡിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ജനകീയ ഹർത്താലും ഇവിടെ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് 10 മാസം മുമ്പ് സമാന രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടും പിന്നീടും രണ്ടാമതൊരു സംഭവം ആവർത്തിച്ചപ്പോഴുള്ള വികാരപരമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സമാന സ്ഥലത്ത് ശിലുവമ്മ എന്ന വൃദ്ധ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഇവിടെ മരിച്ചിരുന്നത്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ശിലുവമ്മ എന്ന വൃദ്ധ അവിടെ നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ ആ അമ്മയുടെ വാക്കുകളിൽ നിന്നും ഇത്തരത്തിലുള്ള നായ്ക്കളുടെ ആക്രമണം അവിടെ സ്ഥിരം സംഭവമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഫലപ്രദമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണോ കരുതാൻ? ഗ്രീഷ്മ, അങ്ങനെയല്ല. സിലുവമ്മയുടെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തുടർന്ന് തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള ഫലപ്രദമായ നടപടികളും അന്നുണ്ടായിരുന്നു. തുടർന്ന് ആ സമയത്ത് ദിവസങ്ങളോളം തെരുവുനായ്ക്കളെ ശല്യം ഇവിടെ കുറവുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതായത് അന്ന് തെരുവുനായ്ക്കളെ സ്ഥലത്തുനിന്നും കുറേയധികം പിടിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നീട് വന്ധീകരണം അടക്കമുള്ള നടപടികളും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 10 മാസത്തോളം പിന്നിട്ടിരിക്കുന്നു. കാലക്രമേണ വീണ്ടും തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമാവുകയായിരുന്നു. ശാശ്വതമായൊരു നടപടി തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യാനായി ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. അത് ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നതും. തെരുവുനായ്ക്കളുടെ ശല്യം കാരണം സമാന സ്ഥലത്ത് 2 മരണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. തലസ്ഥാനത്ത് പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ട് എന്ന പരാതി വ്യാപകമായി വളരെ നേരത്തെ മുതൽ തന്നെ ഉയരുന്നതാണ്. നമുക്കറിയാം, ശിലുവമ്മ മരിച്ച് 2 മാസം പിന്നിട്ടപ്പോൾ ഒക്ടോബറിൽ വർക്കലയിൽ ഒരു വൃദ്ധൻ, രാഘവൻ എന്ന വൃദ്ധൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്നും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ ശേഷം വീണ്ടും ഒരു മരണം കൂടി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ തുടർന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ പ്രദേശവാസിയായ ഒരാൾ കൂടെ നമ്മുടെ കൂടെ ചേരുകയാണ്. ഈ തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള കൃത്യമായ നടപടികളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. കാര്യം 9 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചതിന് ശേഷം ഈ പറയുന്ന എന്നെയും പട്ടി കടിച്ച് കുറേ വ്യക്തികളെ പട്ടി കടിച്ച്, എന്നിട്ടും ഒരു പരിഹാരം ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഇന്നലെ രാത്രിയും ഒരാൾ രാത്രി മരിച്ചെന്നുള്ളത് ഞാൻ ഇന്ന് ഉറക്കണിയിട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും എന്നേ എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. ഈ സിലുവമ്മയെ പട്ടി കടിച്ച ശേഷം അന്ന് ആ തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള കുറച്ച് നടപടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണല്ലോ അറിഞ്ഞത്. ഒന്നുമില്ല, കുറേ എണ്ണം മരിച്ചു, കുറേ പേരെ പട്ടി കടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു പരിഹാരം വന്നിട്ടില്ല. ചേട്ടനും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നില്ല? എപ്പോൾ? എനിക്കും കടിയേറ്റിട്ടുണ്ട്. ഞാനും നേരിങ്ങര ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. എൻ്റെ സഹോദരനെയും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് പോടിച്ചിട്ടുണ്ട്. ഇതാണ് വലിയൊരു ബുദ്ധിമുട്ട്. പട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ വാതിൽ കൂടെ വന്ന് കയറുമെന്നുള്ള പേടി വരെ ഉണ്ട്. ടാറ്റൈസ് ഓടിച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടിയാണ് പട്ടി ഓടുന്നത്. അതാണ് സത്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ സമരവുമായി? മൊത്തമായിട്ട് ഈ പട്ടികളെ ഒന്നും ഇവിടെ ഇല്ലാണ്ടാക്കുക, മൊത്തമായിട്ട് ശൂന്യമാക്കുക. എങ്കിലേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഭീഷ്മ, ഓരോ നാട്ടുകാരും ഓരോ പ്രദേശവാസിയും പറയുന്നത് ഇത് തന്നെയാണ്. തെരുവുനായ്ക്കളെ പൂർണ്ണമായും പുലികളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നടപടികൾ എടുക്കണം എന്നതാണ് അവരുടെ ആവശ്യം. 2 മരണം ഒരേ സ്ഥലത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചോളം സഹിക്കാനാകാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്, റോഡ് ഉപരോധിക്കുകയാണ്, വാഹനങ്ങൾ അവർ തടയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജോസ്ക്ലിൻ്റെ ഭാര്യ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ്? രാത്രി 9 മണിക്ക് ആഹാരം കഴിച്ചുകൊണ്ട് പണിക്ക് പോകാൻ വേണ്ടി കടപ്പുറത്ത് പോയി. കടപ്പുറത്ത് ആണുങ്ങളുമായിട്ടാണ് പോകുന്നത്. ആ പോകുന്ന ഇടയിൽ രാത്രി പട്ടി കടിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അന്ന് 9 മണിക്ക് ശേഷം പണിക്ക് പോകണതാണ്. അപ്പോൾ അവരെ പോയില്ല എന്നും മറ്റുള്ളവരൊന്ന് പറഞ്ഞതുകൊണ്ടും അഞ്ചിന് തിരിച്ചു വരാൻ കാണാത്തതുകൊണ്ടും നമ്മൾ വിചാരിച്ച് പണിക്കാണ് പോയിരുന്നെന്നു.
അവ പോയ സമയത്ത് പണിക്ക് പോയിട്ടില്ല. പോകാതെ പട്ടി കടിച്ച് ആശുപത്രി കൊണ്ടുപോയെന്നാണ് അപ്പുറത്തെ ഏരിയയിൽ നിന്ന് കൊച്ചുപള്ളി ഭാഗത്തുനിന്ന് വിളിച്ച് പറഞ്ഞത്. അത് കാരണം നമ്മൾ ആശുപത്രി പോകാതിരുന്ന സമയം കൊണ്ട് പറഞ്ഞത് ആൾ മരിച്ചെന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ പോയിട്ടില്ല. ആ സംഘടനയുടെ കൂടെയാണ് എല്ലാ എണ്ണവും കൂടെ ഞങ്ങളവിടെ ചേർന്ന് നിന്ന സ്ഥിതിക്ക് ഈ പട്ടി കടിക്കാൻ കാരണം സർക്കാരിൻ്റെ നിയമങ്ങൾ തന്നെയല്ലോ. ഈ പട്ടിയെ കൊല്ലാൻ കൊടുക്കാതെ മനുഷ്യർ ചാകട്ടെന്ന് പട്ടി ജീവിക്കണമെന്നാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യർ പോയാൽ മനുഷ്യർ വേണമല്ലോ ഞങ്ങൾക്ക് തിരിച്ച്. അപ്പോൾ ആ മനുഷ്യൻ എങ്ങനെയാണ് കിട്ടും തിരിച്ച് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കേണ്ട അവകാശം. അപ്പോൾ ഈ തരത്തിൽ ഇത്രയും 58 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ മരിക്കണമെങ്കിൽ സർക്കാരിന് എന്ത് ഇത് അപാകരമുണ്ട്? ഈ ചിലുവമ്മ മരിച്ചതിന് ശേഷം എത്ര 100 ആളുകൾ വരെയും കടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ആശുപത്രി ചികിത്സകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കും പോലും ഒരു നടപടികൾ സർക്കാർ എടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇതിപ്പം കടിച്ച് ഉടനെ മരിച്ചു, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരിച്ചു. അപ്പോൾ അതെന്തുകൊണ്ടാണ് സർക്കാർ ഏറ്റെടുക്കാത്ത കാരണങ്ങൾ? അതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. അപ്പോൾ എൻ്റെ സഹോദരൻ പോയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് പണമോ കാശോ കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ആകില്ല. ഞങ്ങൾക്ക് സഹോദരനാണ് ആവശ്യമായിരുന്നു. വീടിന്റെ അടുത്തൊക്കെ ഇപ്പോഴും ഭയങ്കര പട്ടിശല്യമാണോ? ഒരു പട്ടിയല്ല, കാണുന്നത് ഒരു പട്ടിയായിരിക്കും. ചിലപ്പം 10-25 പട്ടിയായിരിക്കും ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പമ്മി കിടന്നിട്ടാണ് അത് ഇറക്കി അടിക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ കടപ്പുറത്ത് പോകാത്ത ആളുകളുമുണ്ട്. എന്തെന്ന് വെച്ചാൽ കാറ്റ് കൊള്ളാൻ നിൽക്കും, കാറ്റ് കൊള്ളാൻ പോകാത്ത ആളുകളുണ്ട്. അവിടെ ചൂടായതുകൊണ്ട് കടപ്പുറത്ത് പോകുന്നവരുണ്ട്. ആ കേസുകളുണ്ട്. ഇപ്പം ആരും അങ്ങോട്ടും അധികം പോകാറില്ല. ഇതാണെങ്കിൽ എപ്പോഴും അവന് കാറ്റില്ലെങ്കിൽ അവന് വീട്ടിൽ കിടക്കാൻ പറ്റൂല. അങ്ങനെ കടപ്പുറത്ത് ചെന്നിട്ട് പണിക്ക് പോകാമെന്നാണ് അവൻ പോയത്. അപ്പം അങ്ങനെ തിരിച്ച് വരാതെത്തോണ്ടാണ് പട്ടി കടിച്ചെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളെല്ലാ അശ്വസ്ഥതയായിട്ട് അങ്ങനെ നിന്ന്. ഒറ്റയ്ക്ക് തന്നെ പോയത്. ശബ്ദം കേട്ടായിരിക്കും മറ്റുള്ളവരൊക്കെ ഓടിക്കൂടിയല്ല, അങ്ങനെയാണോ വിവരം കിട്ടിയത്? ശബ്ദം കേട്ട് താഴോട്ട് ആളുകൾ ഇറങ്ങൂലല്ലോ. ഈ പട്ടി കാരണം ഇഷ്ടം പോലെ ആളുകളൊന്നും താഴോട്ട് പോകൂല. അവരിങ്ങോട്ട് കരയിലോട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പം ആ വയറ്റിനും പോകുന്ന ആളുകളെ വിളിക്കാൻ കണക്കാക്കി പോയി കാണുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ വെറുതെ പോകുന്നതല്ല. പട്ടികളെ ഇവിടെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നിങ്ങൾ? ഞങ്ങൾ പറയണത് ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൊച്ചു പിള്ളേരെല്ലാം കടപ്പുറത്ത് പോണതല്ലയോ. കാറ്റ് കൊള്ളാൻ പോകും, അല്ലെങ്കിൽ പണിക്ക് പോകാൻ പോകും. ഈ സമയമാണ് 1 മണി 2 മണി 12 മണിക്കാണ് പണിക്ക് പോകാൻ സമയം. അപ്പം നേരത്തെ പോകുന്നവർ ആ സമയം വരുന്നതും അല്ലാതെ ഉള്ളവർ ഈ സമയം 11, 12, 9 മണിക്കൊക്കെ പോകുന്നവരാണ്. അപ്പം അത് കാരണം ഒരുപാട് പേര് താൽക്കാലികമായിട്ട് പണിക്ക് പോകാതാകാൻ സമയങ്ങളായി. അപ്പോൾ അവർക്ക് ഈ പട്ടി കടിച്ചിട്ട് ഇങ്ങനെ അനർത്ഥ സംഭവം വന്നാൽ അവരെങ്ങനെ ജീവിക്കും? ആ പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ പണിക്ക് പോകാതാകേണ്ട സാഹചര്യമാണ് വന്ന് ചേർന്നത്. ഇതിപ്പം പട്ടി നേരെ വന്ന് കടിക്കണതല്ലല്ലോ, ബാക്കിൽ കൂടെയോ എവിടെ കൂടെയോ ചുറ്റി വരണതാണ്. ആ കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പട്ടിയുടെ പ്രശ്നമാണ് ഇതുവരെയും വീണ്ടെടുക്കാത്ത എന്തുകൊണ്ടാണ് സർക്കാർ ഇതിൻ്റെ നിയമം ഉണ്ടാക്കണില്ല? ആ മനുഷ്യർ ചാവട്ടെന്ന് പട്ടി വളരട്ടെന്നാണോ സർക്കാർ വിചാരിക്കണത്? ആ ഒരു ഇതേ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഭീഷ്മ, വലിയ പ്രതിഷേധമാണ് ഇതുപോലെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഈ തെരുവ് നായ്ക്കളെ പൂർണ്ണമായും ഇവിടെ നിന്ന് നിവാരണം ചെയ്യാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഓരോ പുല്ലുവിളക്കാരനും ഓരോ സ്വദേശിയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിലുവമ്മയുടെ മരണത്തിന് ശേഷം മറ്റൊരു മരണം കൂടി ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക് സഹിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം പുല്ലുവിളയിൽ നടക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ലുവിളയിൽ ജനകീയ ഹർത്താൽ നടക്കുകയാണ്. അതേസമയം തന്നെ ജോസ്ഫിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് കരുതുന്നത്. ആ സമയത്തും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. തിരുവനന്തപുരം പുല്ലുവിളിയിൽ ഇന്നലെ രാത്രി 11 മണിയോടെ നായയുടെ കടിയേറ്റ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളിയായ ജോസ്ക്ലിനാണ് നായയുടെ കടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് വീണ്ടും. ജിതിൻ, എങ്ങനെയാണ് ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അവിടേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണോ? ഗ്രീഷ്മ, തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ജോസ്ക്ലിൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് അവർ ഇവിടെ പ്രതിഷേധിക്കാൻ ആരംഭിച്ചത്. വിഴിഞ്ഞം പൂവാർ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ഇവിടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഇടവകയുടെ നേതൃത്വത്തിൽ ഇവിടെ ജനകീയ ഹർത്താലും ആചരിക്കുന്നുണ്ട്. നേരത്തെ 10 മാസം മുമ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിലുവമ്മ എന്ന വൃദ്ധ ഇവിടെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ഒരു ദാരുണാന്ത്യം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെ തുടർന്നുണ്ടായിരിക്കുന്നത് നാട്ടുകാരെ വലിയ പ്രതിഷേധത്തിനാണ് അവരിൽ കാരണമാക്കിയിരിക്കുന്നത്. വളരെ വികാരപരമായ രീതിയിലാണ് അവർ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഇതിലൂടെ പോയ വാഹനം
വാഹനങ്ങൾ തടയുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചെറിയ സംഘർഷഭരിതമായ അന്തരീക്ഷവും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നാട്ടുകാരെല്ലാം തന്നെ പുല്ലുവിള ജംഗ്ഷനിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നും എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ റോഡ് ഉപരോധം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് മത്സ്യബന്ധനത്തിന് പോയ ജോസ്ക്ലിൻ എന്ന പുല്ലുവിള സ്വദേശി തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ജോസ്ക്ലിൻ ഇറങ്ങിയതെന്നാണ് ജോസ്ക്ലിന്റെ സഹോദരിയും നേരത്തെ നമ്മോട് പറഞ്ഞത്. പിന്നീട് വീട്ടിലേക്ക് എത്തിയത് ജോസ്ക്ലിന്റെ കൂടിയാണ് ജോസ്ക്ലിന് കടൽ തീരത്ത് വെച്ച് തെരുവ് നായ്ക്കളുടെ ആക്രമണമേറ്റത് എന്നാണ് കരുതുന്നത്. ഒറ്റയ്ക്കാണ് ജോസ്ക്ലിൻ മത്സ്യബന്ധനത്തിനായി പോയിരുന്നത്. പിന്നീട് ശബ്ദം കേട്ട് കടൽ തീരത്തെത്തിയ നാട്ടുകാരിൽ തെരുവ് നായ്ക്കളുടെ തീരത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വൈകാതെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അത് പുല്ലുവിളയിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ കൂടുതൽ പോലീസുകാരും ഇങ്ങോട്ട് എത്തിക്കൊള്ളിച്ചു. 10 മാസത്തിനകം 2 തിരുവനന്തപുരം പുല്ലുവിളയിൽ നായ്ക്കളുടെ കടിയേറ്റ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളിയായ ജോസ്ക്ലിനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ശിലുവമ്മ എന്ന വൃദ്ധ മരിച്ചിരുന്നു. തിരുവനന്തപുരം പുല്ലുവിളയിൽ നായ്ക്കളുടെ കടിയേറ്റ് ഒരാൾ മരിച്ചു.